വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ടെന്ന പ്രസ്താവന തെറ്റാണെന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഖേദം പ്രകടിപ്പിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വിഷയത്തിൽ യുഡിഎഫ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും എ കെ ശശീന്ദ്രൻ ആരോപിച്ചു. വന്യജീവികളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുള്ള അധികാരം പരിമിതമാണെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ അറിയിച്ചിരുന്നു. കെ ആർ സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, ഈ വിഷയത്തിൽ തികച്ചും തെറ്റിദ്ധാരണാജനകമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറയുകയും പിന്നീട് കേരളം കത്തയച്ചപ്പോൾ വൈൽഡ് ലൈഫ് വാർഡനുള്ള അധികാരം പരിമിതമാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ ഒരു അവസരത്തിലാണ് എ കെ ശശീന്ദ്രന്റെ ആവശ്യമല്ലേ? ജിൽസി, അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്നും അത് കേരളം വിനിയോഗിക്കണം എന്നുമുള്ള പ്രസ്താവനയായിരുന്നു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള അധികാരങ്ങൾ വളരെ പരിമിതമാണെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തന്നെ ജൂൺ 6 കേരളം അയച്ച കത്തിന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. ഇന്നലെ ആ കത്ത് അടക്കം പുറത്തു വന്നതാണ്. സ്വാഭാവികമായും ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി മാപ്പ് പറയണം, ഖേദം പ്രകടിപ്പിക്കണം എന്ന ആവശ്യം സംസ്ഥാനത്തിന്റെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത്. വളരെ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനയാണ് കേന്ദ്രമന്ത്രി നടത്തിയതെന്ന് കേരളത്തിന് ലഭിച്ച മറുപടിയിൽ നിന്ന് വ്യക്തമാണ് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കാരണം അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് അവയെ പിടിക്കാൻ നോക്കണം. മാത്രമല്ല, അങ്ങനെ പിടിക്കാൻ നോക്കുമ്പോൾ വന്യജീവിക്ക് പരിക്കേൽക്കാതെ നോക്കേണ്ടത് അടക്കമുള്ള ഉത്തരവാദിത്തങ്ങൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് എന്ന കാര്യം ആ കത്തിൽ വിശദീകരിച്ചിരുന്നു കേന്ദ്രം നൽകിയ മറുപടിയിൽ. അതിൽ നിന്ന് തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് തീരുമാനമെടുക്കുന്നതിനുള്ള പരിമിതികൾ വ്യക്തമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രി രാഷ്ട്രീയമായ പ്രസ്താവനകൾ ആണ് നടത്തിയത് എന്ന് വിലയിരുത്തിക്കൊണ്ട് അത് പിൻവലിക്കണമെന്ന ആവശ്യം സംസ്ഥാനത്തിന്റെ വനം മന്ത്രി മുന്നോട്ട് വെക്കുന്നത്. ഇതോടൊപ്പം UDF നടത്തുന്ന പ്രചാരണങ്ങളും വസ്തുതാവിരുദ്ധമാണ് എന്നുകൂടി എ കെ ശശീന്ദ്രൻ വിമർശനം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ജിൽസി, ശരി, കെ ആർ സാജു ആണ് വിവരങ്ങൾ നൽകിയത്.